പെസഹ എന്ന മഹാ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജീവിതം കൊണ്ട് അതൊരാഘോഷമായി മാറുകയാണ്. അല്ലെങ്കിൽ ഒരാൾ ജീവിതം മുറിച്ച് പെസഹ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവോളം പെസഹയ്ക്ക് മറ്റൊരു തലമായിരുന്നു പഴയ ഓർമ്മകളുടെ ആഘോഷം. അവർ പഴയ കാര്യങ്ങൾ, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് ഒരു കുഞ്ഞാടിനെ അറുത്ത് വേവിച്ച് ഭക്ഷിച്ച് ആഘോഷിക്കുന്നു. ഇപ്പോൾ ഇതാ തുടക്കം മുതലേ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ക്രിസ്തുവാണ് ആ കുഞ്ഞാട്. ഇപ്പോൾ മുതൽ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഇതിനർത്ഥം കാണുന്നു. ഈ കുഞ്ഞാട് ഞാനാണ്. ഇനി മുതൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആർക്കും ആചാരങ്ങളിൽ ഒതുങ്ങാൻ പറ്റുകയില്ല. ഇതുവരെയുള്ള ആചാരങ്ങളെല്ലാം ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാനാണ് ആ കുഞ്ഞാട്. ഇതാ നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇനി നമ്മൾ കാണുന്നത് ആ ശരീരം കാൽവരിയിൽ മുറിച്ച് വേവിച്ച് നൽകുന്നതാണ്. അവൻ കൈവിരിച്ച് കിടക്കുന്നു. ഇനി ഒരു ക്രിസ്ത്യാനിക്കും ആചാരങ്ങളിൽ ഒതുങ്ങാനാവില്ല. ആചാരങ്ങൾ അവന്റെ ജീവിതമായി മാറണം. ഈ കുഞ്ഞാട് താൻ തന്നെയായി മാറിയിരിക്കുകയാണ്. പഴയ ആചാരങ്ങൾ ഒതുങ്ങില്ല. ഇനി ഈ പെസഹ അവൻ സ്വയം അത് ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റില്ല ആചാരങ്ങളെ, അല്ലെങ്കിൽ ആചാരത്തിൽ ഒതുങ്ങാൻ പറ്റില്ല. അത് ജീവിതമാകണം. ആ അത്താഴമേശയിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. അവൻ കടന്നുപോയത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലെ കാനാൻ ദേശത്തേക്കുള്ള ദൂരമല്ല. കൊല്ലാൻ, ഒറ്റിക്കൊടുത്ത് കൊല്ലപ്പെടാൻ വിട്ടുകൊടുക്കാനിരിക്കുന്ന ശിഷ്യന്റെ ഹൃദയത്തിലേക്കുണ്ടാകേണ്ട ഒരു സാധാരണ മനുഷ്യന്റെ ദൂരമുണ്ട്. ആ ദൂരം കടന്നുപോയി അവൻ തൊട്ടരികിൽ അവനെ ഇരുത്തിയിരിക്കുന്നു. അവന് തന്നെ അപ്പം മുറിച്ചു കൊടുക്കുന്നു. ഇത്ര മനോഹരമായിട്ടാണ് അവൻ ദൂരം കടന്നുപോയത്. കാലങ്ങളോളം പാദം കഴുകേണ്ടത് ശിഷ്യനായിരുന്നെങ്കിൽ ഈശോ മുട്ടുകുത്തി പാദം കഴുകുന്നു. അങ്ങനെ എല്ലാം അവൻ അവന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളും ഈ പെസഹ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. ദേവാലയത്തിലെ ആചാരങ്ങളിലും അതിനു പുറത്തെ ആഘോഷങ്ങളിലുമല്ല. സ്നേഹത്തിന്റെ എല്ലാ അകലങ്ങളും കടന്നു പോകണം. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുവോളം, നെഞ്ചോട് ചാഞ്ഞു കിടക്കുവോളം ഒരാളെ ഇരുത്തണം. അധികം സംശയിക്കാനൊന്നുമില്ല. ലളിതമായി വിചാരിക്കാം. നിങ്ങളെന്ന ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ആ ഗുരുവും കർത്താവുമായ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളും പരസ്പരം ഇത് ചെയ്യുക. ഈശോ പാദം കഴുകിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. സംശയിക്കാൻ എന്തിരിക്കുന്നു? വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആരാണ് മുട്ടുകുത്തേണ്ടത്? അപ്പനാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന് കരുതുന്നെങ്കിൽ അപ്പൻ മുട്ടുകുത്തണം. ഒരു ഇടവക ദേവാലയത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം മുട്ടുകുത്തേണ്ടത്, പാദം കഴുകേണ്ടത് ആരാണ്? ഒട്ടും സംശയിക്കേണ്ട, ഇടവക അച്ഛൻ തന്നെ. രൂപതയിലാണെങ്കിൽ ബിഷപ്പും. പെസഹ നമുക്ക് ഒരു ജീവിതമാക്കാം. നന്ദി.